ഹലോ ഫ്രണ്ട്സ്. നമ്മുടെ നാട്ടിൽ കുറേ നാളായിട്ട് കോൺട്രവേഴ്ഷ്യലായിട്ട് കേൾക്കുന്ന ഒരു വിഷയമാണ് എഗ്ഗ് നോൺ വെജ് ആണോ വെജ് ആണോ. കുറേ നാളുകളായിട്ട് ചിലവർ പറയും അത് വെജാണ്, പിന്നെ കുറച്ച് ആൾ കഴിയുമ്പോൾ അത് മാറ്റി പറയും നോൺ വെജാണ്. ഇതുവരെയായിട്ട് സ്ഥിരീകരിക്കുന്ന രീതിയിൽ വരെ എത്തിയിട്ടില്ല. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ എഗ്ഗ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫെർട്ടിലൈസ്ഡ് എഗ്ഗും, രണ്ടാമത്തെ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗും. ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എംബ്രയോ ഉണ്ടാവും, എന്ന് വെച്ചാൽ ജീവൻ്റെ അംശം ഉണ്ടാകും. മറ്റ് മുട്ടകൾ എന്ന് പറയുന്നത് അതിൽ ജീവന്റെ അംശം ഉണ്ടാവില്ല, ജസ്റ്റ് എഗ്ഗ് മാത്രമായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ എല്ലാ മുട്ടയുടെ ഉള്ളിലും ജീവൻ ഉണ്ടെന്നാണ്. പക്ഷേ മുട്ട എന്ന പ്രോസസ്സ് കോഴി ഇടുന്നത്, അതിപ്പോൾ പൂവൻകോഴി ഇല്ലാത്ത വീട്ടിലും അല്ലെങ്കിൽ പൂവൻകോഴിയുടെ ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ പെടക്കോഴി മുട്ടയിടും. അത് പെടക്കോഴിക്ക് നാച്ചുറലായിട്ട് വരുന്ന ഒരു പ്രോസസ്സാണത്. നമ്മുടെ സ്ത്രീകൾക്ക് മെൻസസ് വരുന്ന പോലെ നാച്ചുറലായിട്ട് വരുന്നതാണ്. മെൻസസ് വരുന്ന എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾ ഉണ്ടാവണമെന്നില്ല, എന്നുവെച്ചാൽ റീപ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. അതേമാതിരി തന്നെ കോഴികൾക്ക് നാച്ചുറലായിട്ട് അവർക്ക് അവരുടെ മെയിൽ ഇല്ലാതെ തന്നെ അവർക്ക് മുട്ടയിടാൻ സാധിക്കും. മെയിലിൻ്റെ ഹെൽപ്പ് വരുന്നതിന് മാത്രമാണ് എംബ്രയോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ജീവൻ ഉണ്ടാവുള്ളൂ. ഇതിൽ ഏത് മുട്ടയിലാണ് ജീവൻ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. രണ്ട് മെറ്റൽ റോഡുകൾ ഉണ്ടെങ്കിൽ, അയൺ റോഡുകൾ ഉണ്ടെങ്കിൽ ഒരു ചെറിയ കത്തി, ഇരുമ്പിൻ്റെ കത്തിയും അല്ല ഒരു വാക്കത്തി അടിയിൽ വയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കത്തി മുകളിൽ വയ്ക്കുക. എന്നിട്ട് ഈ ഇരുമ്പിൻ്റെ രണ്ടിൻ്റെയും മുട്ട ഈ പൊസിഷനിൽ വെച്ച് കഴിയുമ്പോൾ അത് നാച്ചുറലി അത് റൊട്ടേറ്റ് ചെയ്യും. ഭയങ്കര സ്പീഡിലൊന്നുമല്ല, പതുക്കെ റൊട്ടേറ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് ആ ഇരുമ്പ് റോഡിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ ജീവനുണ്ട്. അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിന് ജീവനില്ല. പിന്നെ ചിലരൊക്കെ വിചാരിക്കുന്നു പൂവൻകോഴിയുടെ കുഞ്ഞുങ്ങളെയും പെടക്കോഴീനെയും വരെ നമുക്ക് ഈ മുട്ടയിലൂടെ മനസ്സിലാക്കാം. ഈ മുട്ടയുടെ ഷേപ്പ് ഈ ഇങ്ങനെ തുമ്പ് കൂർത്തിരിക്കുന്ന ഷേപ്പാണെങ്കിൽ ഒരു 90% അത് മെയിലായിരിക്കും, പൂവൻകോഴിയായിരിക്കും. ഇതാണെങ്കിൽ പെടക്കോഴിയായിരിക്കും. ഇതാണ് അപ്പം വെജിറ്റേറിയൻ ജീവനുള്ളത്, നോൺ വെജിറ്റേറിയൻ ജീവനില്ലാത്ത വെജിറ്റേറിയൻ ആയിട്ട് നമുക്ക് കണക്കൂടാം. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോഴും നമുക്ക് വേറൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ സസ്യങ്ങൾക്കും ജീവനില്ലേ? അങ്ങനെയാണെങ്കിൽ ലൈഫ് എന്ന് വെച്ചാൽ ജീവൻ വെച്ച് നോക്കുകയാണെങ്കിൽ സസ്യങ്ങളും നോൺ വെജിറ്റേറിയൻ ആയിട്ട് വരില്ലേ? പക്ഷേ ഈ വെജിറ്റേറിയൻ, ഇപ്പോൾ ഈ പറഞ്ഞതിനുപരി വെജിറ്റേറിയൻ എന്ന് പറഞ്ഞതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫുഡ് ദാറ്റ് ഇൻക്ലൂഡ് പ്ലാന്റ് സെൽസ്, അല്ലെങ്കിൽ സസ്യങ്ങളുടെ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് ഉള്ളതിനെയാണ് വെജിറ്റേറിയൻ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ മുട്ട അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്നതിൽ അനിമൽ സെല്ലാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിൽ ജീവൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ എഗ്ഗ് രൂപപ്പെട്ടിരിക്കുന്നത് അനിമൽ സെല്ല് വെച്ചാണ്. അനിമൽ സെല്ല് വെച്ച് രൂപപ്പെട്ടിരിക്കുന്ന ഒരു ഭക്ഷണ സാധനത്തിനെ ഒരിക്കലും നമുക്ക് വെജിറ്റേറിയൻ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പലവരും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിന് ഒരു കൺക്ലൂഷനെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് വേറെ ഒന്നുമല്ല, എഗ് ഈസ് എ നോൺ വെജിറ്റേറിയൻ ഫുഡ്. ഇത് എൻ്റെ കൺക്ലൂഷനാണ്. പലർക്കും ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ഒരു നോർമൽ രീതിയിൽ ചിന്തിച്ച് കഴിയുമ്പോൾ ഒരിക്കലും മുട്ടയെ സസ്യത്തിൻ്റെ ഒരു സെല്ലായിട്ട് നമുക്ക് കണക്കാക്കാനും പറ്റില്ല, ഒരു പ്ലാന്റ് ബോഡിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നോൺ വെജിറ്റേറിയൻ ആണ്. സോ താങ്ക് യു.